പുതുവർഷത്തിൽ സ്റ്റൈലിഷായി തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങി മമ്മൂട്ടി. നവാഗതനായ ഡിനോ ഡേനിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ബസൂക്കയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സിനിമയ്ക്കായി ഇനിയും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നും കുറച്ച് ഭാഗങ്ങൾ റീഷൂട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഈയിടെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഒടുവിൽ ബസൂക്കയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2025 ഫെബ്രുവരി 14-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നേരത്തെ പുറത്തു വന്ന ചിത്രത്തിന്റെ ടീസർ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടിയിരുന്നു. സ്റ്റൈലിഷ് ലുക്കിലെത്തിയ മമ്മൂട്ടിയുടെ ടീസർ ഇതിനോടകം തന്നെ 7.5 മില്യൺ കാഴ്ചക്കാരാണ് കണ്ടത്. മാത്രമല്ല ടീസറിലെ മമ്മൂട്ടിയുടെ ഡയലോഗുകളും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡേനിസിന്റെ മകനാണ് ഡിനോ ഡേനിസ്. ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ അധികം സൂചനകളൊന്നും തരാതെയായിരുന്നു ബസൂക്കയുടെ ഫസ്റ്റ് ലുക്ക് എത്തിയത്. കയ്യിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഗൗതം മേനോനും ഷൈൻ ടോം ചാക്കോയും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. സണ്ണി വെയ്ൻ, ഷറഫുദ്ദീൻ, യാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, സുമിത് നേവൽ, ജഗദീഷ്, ഡീൻ ഡെന്നിസ്, ദിവ്യ പിള്ള, ഐശ്വര്യ മേനോൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ബസൂക്ക മാത്രമല്ല, സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടിയുടെ മറ്റ് സിനിമകളും ഈ വർഷം തിയേറ്ററിൽ എത്തുന്നുണ്ട്. ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഇതിൽ മുന്നിലുള്ളത്. ഡോക്ടർ നീരജ് രാജനും ഡോക്ടർ സുരേഷ് രാജനും തിരക്കഥ എഴുതിയ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മാണം നിർവഹിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു പ്രൊജക്ട് ഈ വർഷം ആദ്യം തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന മെഗാസ്റ്റാർ 4-8 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം മമ്മൂട്ടി, മോഹൻലാൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്ന മഹേഷ് നാരായണന്റെ പുതിയ ചിത്രം അണിയറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി വില്ലൻ കഥാപാത്രമായി എത്തുന്ന ചിത്രം എന്ന രീതിയിലാണ് മെഗാസ്റ്റാർ 4-8 ശ്രദ്ധ നേടുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വൻ ഹൈപ്പാണുള്ളത്. മമ്മൂട്ടിയുടെ സിനിമയിലെ ലുക്കും നാഗർകോവിലിൽ ചിത്രീകരണത്തിന് എത്തിയപ്പോഴുള്ള ലൊക്കേഷൻ ചിത്രങ്ങളുമെല്ലാം ആരാധകർക്കിടയിൽ വളരെ പെട്ടെന്നാണ് വൈറലായത്. അതേസമയം മറ്റൊരു 2020 എന്നാണ് മഹേഷ് നാരായണന്റെ പുതിയ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. സംവിധായകൻ മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിക്കുന്നത്. വമ്പൻ താരനിരയെ കൂടാതെ രഞ്ജി പണിക്കർ, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദീഖ്, സനൽ അമൻ, ദർശന രാജേന്ദ്രൻ, സരിൻ ഷിഹാബ് തുടങ്ങി നിരവധി താരങ്ങളും മഹേഷ് നാരായണന്റെ പ്രൊജക്ടിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. പേരിടാത്ത ഈ പ്രൊജക്ടിൽ പ്രശസ്ത നടൻ പ്രകാശ് ബെലവാഡിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ശ്രീലങ്കയ്ക്ക് പുറമെ അബുദാബി, ഡൽഹി, കൊച്ചി, ഹൈദരാബാദ്, തായ്ലാന്റ് തുടങ്ങി നിരവധി സ്ഥലങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം എന്നാണ് റിപ്പോർട്ടുകൾ. നീണ്ട 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ ഒരു ചിത്രത്തിനുണ്ട്.